വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സ്ലിംഗ് ബാഗ് കളക്ഷൻ അല്ലെങ്കിൽ എൻ്റെ ബാഗ് കളക്ഷൻ കാണിക്കാൻ പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ബാഗ് കളക്ഷൻ ആണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഒത്തിരിയൊന്നുമില്ല, ഇതിൽ മിക്കതും എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ പേഴ്സണലി മേടിച്ചത് ഒരു 2, 3, 4 എണ്ണേ കാണുള്ളൂ. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഇതാണ് എൻ്റെ പേർപ്പിൾ കളർ ബാഗ്. ഇതിന്റെ സ്ട്രിങ് വരുന്നത് ഒരു ബ്ലാക്ക് കളർ മെറ്റലിലാണ് കേട്ടോ. സോ ഇതിന്റെ പിന്നിലെ കഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ MSc പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈനോറിറ്റി ഹോസ്റ്റലിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവിടെ എൻ്റെ റൂംമേറ്റ്സ് എല്ലാവരും കൂടെ, ഞാൻ റൂം വെക്കേറ്റ് ചെയ്ത സമയവും ബർത്ത്ഡേ ഒരുമിച്ചായിരുന്നു. അപ്പം രണ്ടും കൂടെ കൂട്ടി എനിക്ക് അവരൊരു ബർത്ത്ഡേ കേക്കും ഈ ഒരു ഗിഫ്റ്റുമായിട്ട് സർപ്രൈസ് ആയിട്ട് തന്നതാണ് കേട്ടോ. സോ ദിസ് ഇസ് ദി ബാഗ്. ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു കമ്പാർട്ട്മെന്റ് ഉണ്ട്, ഇങ്ങനെ സിപ്പ് വരുന്നൊരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇറ്റ്സ് വെരി എന്താ പറയുന്നത്, നല്ല അടിപൊളി ബാഗാണ് കേട്ടോ. ഇത് ഞാൻ ഇനീഷ്യലി ഒത്തിരി പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഭയങ്കര ന്യൂട്രൽ കളറിലേക്ക് പോയതുകൊണ്ട് ഇത് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഐ ലവ് ദിസ് ബാഗ് ബിക്കോസ് ഇറ്റ്സ് ഇൻ മൈ ഫേവറേറ്റ് കളർ. സോ ഗൈസ്, ദിസ് ഇസ് ദ ഫസ്റ്റ് ബാഗ്. അടുത്തതായിട്ട് റീസെൻ്റ്ലി കിട്ടിയ ഒരു ബാഗ് കാണാം. ഇത് വന്നിട്ട് എത്നിക് വെയറിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ സാരി ഒക്കെ കൊടുത്ത് നല്ല വെഡിങ് ഗസ്റ്റ് ലുക്കൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഹാൻഡ് ബാഗാണ്. ഇതാണ് കേട്ടോ ബാഗ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യൂട്ട് ലിറ്റിൽ ബാഗാണ് കേട്ടോ. ഇത് റെഡ് കളറാണ് ആൻഡ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നല്ലൊരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. ആൻഡ് ദി string is like this golden color and ഇതിന്റെ ഓപ്പണിംഗിൽ 3 ബട്ടൺ ആണ് വരുന്നത്. ഇങ്ങനെ ഒന്ന് ഇവിടെ ഇടണം. സോ ദിസ് ഇസ് ദി ബാഗ് ഗൈസ്. ഇതിലൊരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നമ്മുടെ കോമ്പാക്ട് പൗഡറോ ഇല്ലെങ്കിൽ ഒരു ലിപ്സ്റ്റിക്കോ ഇല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ, വെറ്റ് വൈപ്സ് അങ്ങനത്തെ ഒക്കെ ഇട്ട് കൊണ്ടുപോകാം. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ക്യൂട്ട് ബാഗാണ്. ഇതെനിക്ക് റയനിലുള്ള ടീച്ചേഴ്സ് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇറങ്ങിയപ്പം. സോ താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് another bag of mine. അടുത്തതായിട്ട് നമ്മൾ ബ്രൗൺ കളർ ബാഗ്സ് ആണ് കാണാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒരു എൻ്റെ ഫേവറേറ്റ് ബാഗാണ് കേട്ടോ. ഇത് ഞാൻ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 1 വർഷവും മിച്ചമായി. ഇത് എൻ്റെ ഫ്രണ്ട് അനു UK വന്നപ്പോൾ മമ്മിക്ക് കൊടുത്ത ബാഗാണ് കേട്ടോ. ഞാനിതന്നെ എടുത്തു. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി കളറല്ലേ. ഏത് കളർ ഡ്രസ്സിൻ്റെ കൂടെ നമ്മൾ ഇത് ബാഗ് പെയർ ചെയ്താലും അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടി. ഇതിലൊരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. സോ ദിസ് ഇസ് ദി ബാഗ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു അനു. നെക്സ്റ്റ് വണ്ണും ഒരു ബ്രൗൺ കളർ ബാഗ് തന്നെയാണ്. ഇത് ഇങ്ങനെ വരുന്ന ഒരു ബാഗാണ് കേട്ടോ. ഇതിന്റെ സ്ട്രാപ്പ് വേറെ ആയിരുന്നു, ഒരു ബാൻഡ് സ്ട്രാപ്പ് ആയിരുന്നു കേട്ടോ. അത് കീറിപ്പോയി, അതുകൊണ്ട് ഞാൻ ഈ സ്ട്രാപ്പ് ഇട്ടു. ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇത്. സോ ഈ ബാഗ് ഞാൻ മേടിച്ച ബാഗാണ് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ മേടിച്ച ബാഗാണ്. ഇത് ഭയങ്കര കുഞ്ഞൊരു, നമ്മുടെ ഫോണും പിന്നെ അത്യാവശ്യ സാധനങ്ങൾ, വീടിൻ്റെ കീ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ബാഗ്. നമുക്ക് അത്യാവശ്യം ഒന്ന് ടൗണിൽ പോകാനോ. ഇത് ഞാൻ മേടിച്ചു, പക്ഷെ മമ്മിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മമ്മി ഈ ബാഗ് എൻ്റെ കയ്യിൽ നിസ്കി ഗൈസ്. അടുത്തതായിട്ട് ഈ ഒരു ബാഗാണ് കേട്ടോ. ഇതൊരു ഗ്രേ കളറിൽ വരുന്ന ഒരു ബാഗാണ്. ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. എൻ്റെ ബർത്ത്ഡേക്ക് ഒരു നല്ല കുഞ്ഞ് ഇങ്ങനെ ഷോൾഡറിൽ ഇടാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഞാനിത് ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട്, ഇപ്പം യൂസ് ചെയ്യാറില്ല. അപ്പോൾ അകത്ത് ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് കമ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പം ഇതിനകത്ത് ഒരു 20 രൂപയുണ്ട്. അത് എനിക്ക് തന്നതല്ല, ഇത് ഞാൻ വെച്ചതാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദി ബാഗ്. ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഈ ഒരു കുഞ്ഞ് ക്ലച്ചാണ് നെക്സ്റ്റ് വൺ. ഇത് ഭയങ്കര ക്യൂട്ടല്ലേ കാണാൻ വേണ്ടി. വെഡിങ്ങിനൊക്കെ പോകുമ്പം പെർഫെക്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഇത്. ഇതിങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക. ഇതിനകത്തൊരു കുട്ടി കള്ളിയും കൂടെ ഉണ്ട് കേട്ടോ. നമുക്കിതിനകത്ത് വേറൊരു സിപ്പും കൂടെ ഉണ്ട്. അനദർ സ്മോൾ കള്ളി. ഇത് കഴിഞ്ഞ കൊല്ലത്തെ ക്രിസ്മസ് ഫ്രണ്ട് എക്സ്ചേഞ്ച് ചെയ്തപ്പം എനിക്ക് നമ്മുടെ റയനിലുള്ള കവിത മാം ക്രിസ്മസ് ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. It's a very beautiful bag. Next one is also another clutch guys. So ഇതാണ് ആ ഒരു ക്ലച്ച്. ഇതും ഒരു ഗോൾഡൻ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും വെഡിങ്ങിനൊക്കെ പോകുമ്പം നമുക്ക് നൈസായിട്ട് ക്യാരി ചെയ്യാൻ പറ്റും.
ഇതും എനിക്ക് റയനിലെ ഫസ്റ്റ് ഇയർ റയനിൽ കയറിയ ആ വർഷം എനിക്ക് ക്രിസ്മസ് ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇത്. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സോ ഇതാണ് അനദർ ബാഗ്. എൻ്റെയും ശ്രേയയുടെയും ചേച്ചിയുടെയും കയ്യിൽ ഒരേപോലത്തെ ഒരു ബാഗ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകത്തില്ല, പക്ഷേ ഈ ഒരു ബാഗ് നിങ്ങൾ എല്ലാവരും എൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ വൈറ്റ് കളർ ശ്രേയയുടെ കയ്യിലും ബ്ലാക്ക് കളർ ചേച്ചിയുടെ കയ്യിലുമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും ഇത് ആര് തന്നതായിരിക്കും എന്ന്. ആരുമല്ല, നമ്മുടെ അച്ചു നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് ലാസ്റ്റ് ഇയർ വന്നപ്പോൾ കൊണ്ടുവന്ന് തന്ന ബാഗാണ് കേട്ടോ. ക്വാളിറ്റി ഉള്ളൊരു ബാഗാണ്. സോ ഇതിൻ്റെ ഒരു സിപ്പ് ഇങ്ങനെ, ഇതിനകത്തൊരു ക്ലിപ്പ് കിടപ്പുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഒരു സിപ്പുണ്ട്. ഇതിനകത്ത് വീടിൻ്റെ കീയും ചില്ലറ പൈസയുണ്ട് ഗൈസ്. ഞാനൊരു ചില്ലറക്കാരിയല്ല. ഇങ്ങനെ ഒരു ചെറിയൊരു കള്ളിയും കൂടെ ഉണ്ട്. ഇതിനകത്ത് എൻ്റെ ഒരു ആധാർ കാർഡ് ഞാൻ വെച്ചിരിക്കും. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഐ വിൽ ബി യൂസിങ് ദിസ് വൺ. സോ യാ, സോ ദിസ് ഇസ് മൈ ക്രീം കളർ sling bag. Next one is a very famous bag which you have already seen in my previous vlog. ഇതാണ് ആ ബാഗ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഇത് നമ്മൾ ഗോവയിൽ പോയപ്പോൾ വാങ്ങിച്ചൊരു സൈഡ് ബാഗാണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു മെയിൻ കള്ളിയുണ്ട് ആൻഡ് ഒരു കുഞ്ഞ കമ്പാർട്ട്മെൻറ്റ് ഇങ്ങനെയും വരുന്നുണ്ട്. സോ ഇത് ഞാൻ എവിടെയും പോയപ്പോൾ യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് യു ക്യാൻ സീ ഗൈസ്, ഇതിനകത്ത് പേർപ്പിൾ കളർ ത്രെഡ് വർക്കാണ് ഗൈസ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചതാണ്. ബാർഗെയിൻ ചെയ്ത് എത്ര രൂപയ്ക്കാണ്? 200 രൂപയ്ക്ക് ഞാൻ മേടിച്ചതാണ് ഗൈസ് ഇത്. അടുത്തതും ഒരു വൈറ്റ് കളർ ബാഗാണ്. ഇതും ഞാൻ പൈസ കൊടുത്ത് മേടിച്ച ബാഗാണ്. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന്, ആമസോണിൽ നിന്ന്, മീഷോന്നോ ഏതോ ഒരു ആപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ബാഗാണ് കേട്ടോ. ഇത് മറ്റേ കോവിഡ് കഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ ഇതും കൊണ്ട് എവിടെയൊക്കെ കറങ്ങിയിട്ടില്ല, എല്ലായിടത്തും ഞാൻ കറങ്ങിയിട്ടുണ്ട്. സോറി ഗൈസ്, ഇത് ഞാൻ മേടിച്ചതല്ല, ഇത് ശ്രേയ എനിക്ക് മേടിച്ചു തന്നതാണ് ഗൈസ്. എനിക്ക് റയനിലെ ജോലി കിട്ടിയ സമയത്ത് ശ്രേയ എനിക്കിത് വാങ്ങിച്ചു തന്നതാണ്. സോറി ഗൈസ്, ഞാൻ മേടിച്ചതല്ല, മറന്നുപോയി. ശ്രേയ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു പോയത്. ടാൻ കളറിൽ വരുന്ന സ്ട്രാപ്പും ഈ ഒരു ടൈ, ദിസ് ടൈ മേക്സ് ഇറ്റ് വെരി ബ്യൂട്ടിഫുൾ. ഇതിലൊരു സിപ്പുണ്ട് ഇങ്ങനെ. എന്നിട്ട് ഇതിനകത്ത് ഞാൻ എൻ്റെ ആഭരണങ്ങളൊക്കെ വെച്ചിരിക്കുകയാണ് സേഫായിട്ട്. ഒത്തിരി ഒന്നും നിങ്ങൾ വ്ളോഗ്സിൽ കണ്ടിട്ടുണ്ടാവില്ല, കാരണം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ലൈഫിലേക്ക് വന്നൊരു ബാഗാണിത്. മഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു ബാഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഞാൻ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട്. ഗോവയിൽ പോയപ്പോഴൊക്കെ ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ദിസ് പൂടെ ഉള്ളൊരു ബാഗാണ്. വൈറ്റ് കളർ ബാഗിൽ ഇങ്ങനെ ബ്ലാക്ക് കളർ ഇങ്ങനെ പൂടെ ഇങ്ങനെ ഫ്ലവേഴ്സ് വരുന്ന ഒരു ബാഗാണ് ഗൈസ്. ഇതെൻ്റെ ചേച്ചിയുടെ ബാഗാണ്. അന്തസ്സായിട്ട് ഞാൻ പൊക്കിയതാണ്. സോ ഇതിനകത്ത് ഒറ്റ ഒരു ബട്ടൺ വരുന്നുള്ളൂ. ഇതൊരു ഒറ്റ ഇങ്ങനത്തെ ഒരു കമ്പാർട്ട്മെൻറ്റ് വരുന്ന ഒരു ക്യൂട്ട് അടിപൊളി ബാഗാണ്. ഇത് കാണുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്തൊന്ന് ചോദിക്കും, ഈ വെരി ബ്യൂട്ടിഫുൾ ബാഗ്, വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ഫ്രം? അപ്പം ഞാൻ ആറ്റിറ്റ്യൂഡ് എടുക്കട്ടെ പറയും, ഇതെനിക്ക് എൻ്റെ ചേച്ചി UK നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ബാഗാണ്. സത്യാവസ്ഥ എനിക്കല്ലേ അറിയുള്ളൂ ഗൈസ്, ഞാൻ റിസ്ക് ചെയ്താണ്. സോ ഗൈസ്, ദിസ് ഇസ് ദ അതർ ബാഗ്. ലാസ്റ്റ് വൈറ്റ് കളർ ബാഗാണ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ബാഗ്. ഓക്കെ, സോ ദിസ് ഇസ് ദാറ്റ് ബാഗ്. ദിസ് ഇസ് ഫ്രം ഫ്ലിപ്കാർട്ട്. ആൻഡ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു കുട്ടി പൗച്ച് ഇതിനകത്ത് വരുന്നുണ്ട്. ആൻഡ് ഈ പൗച്ചിനകത്തും ഞാൻ കുറച്ച് ചില്ലറ പൈസ ആയിട്ട് വെച്ചിട്ട് ബ്രൗൺ കളർ കോൺട്രാസ്റ്റ് വരുന്ന ഈ ഒരു വൈറ്റ് ബാഗാണ്. ടീച്ചറാന്ന് അറിയിക്കാൻ ഒരു പെന്നൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കുഞ്ഞ് ക്ലച്ച് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സിപ്പ്, ഒറ്റ ഒരു സിപ്പ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞു കമ്പാർട്ട്മെൻറ്റ്, കുഞ്ഞ് ലാപ്ടോപ്പ്, ഐപാഡ്, പിന്നെ കുഞ്ഞു ബുക്ക്, പേഴ്സണൽ ഡയറിയൊക്കെ ഇത് വെക്കാൻ വേണ്ടി ഇത് അടിപൊളിയായിരിക്കും. കാരണം അത്യാവശ്യം സ്പേസ് ഉണ്ട്, പക്ഷെ 2 ബുക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കും നിറയും. പിന്നെ ലഞ്ച് ബോക്സ് ഒന്നും വെക്കാൻ പറ്റത്തില്ല. സോ ഇങ്ങനെ 2 കുഞ്ഞ് കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. പിന്നെ എൻ്റെ ആൻഡ്രോയിഡ് ഫോൺ ഞാൻ ഇതിനകത്ത് വെക്കുന്നത്. കാരണം അത്യാവശ്യത്തിന് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് തന്നെ വെച്ചേക്കും, പെട്ടെന്ന് എടുക്കാമല്ലോ ഗൈസ്. സോ ദിസ് ഇസ് ദാറ്റ് ബാഗ്. ബ്ലാക്ക് കളർ ബാഗ്സിലേക്ക് പോകാം. ബ്ലാക്ക് കളർ ബാഗ്സിൽ ഏറ്റവും പഴയ ഒരു ബാഗാണ് ഈ ഒരു ടോട്ട് ബാഗ്. ബാഡ് ഐഡിയാസ് ഗുഡ് സ്റ്റോറീസ്, ഇതാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. സോ ഈ ബാഗ് ഞാൻ മേടിച്ചതാണ്. ഇത് സൂഡിയോന്ന് മേടിച്ച ബാഗാണെന്ന് തോന്നുന്നു. 99 രൂപ എങ്ങാണ്ടേ ഞാൻ ഇതിന് കൊടുത്തിട്ടുള്ളൂ. സൂഡിയോന്നാണോ ട്രെൻഡ്സിന്നാണോ മാക്സിന്നാണോ എന്നറിയില്ല. മാക്സിന്നാണ് തോന്നുന്നു ഞാൻ ഈ ഒരു ബാഗ് വാങ്ങിച്ചത്. ഇതിപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ റിപ്പോർട്ട്സ് ഒക്കെ വെക്കാൻ ഇവിടെ ബാഗില്ല, അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. സോ ഈ ഒരു ബാഗ് ഞാൻ 99 രൂപ കൊടുത്ത് ഞാൻ മേടിച്ചതാണ്. സോ അടുത്തതായിട്ട് ബ്ലാക്ക് കളർ ഒരു വലിയ ബാഗാണ് കേട്ടോ. ഇതിനകത്ത് ഒരു പെയർ ഓഫ് ഡ്രസ്സ് കൊള്ളും. അപ്പം ഈ ഒരു ബാഗ് എനിക്ക് എൻ്റെ ഒരു ഫേവററ്റ് മാം എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ, താങ്ക് യു സോ മച്ച്.
ആൻഡ് ഇതിനകത്ത് ബാക്കിൽ ഇങ്ങനെ ഒരു കുഞ്ഞു കള്ളിയുണ്ട്. ഇതിനകത്ത് ഞാനൊന്നും വെച്ചിട്ടില്ല. അയ്യോ എൻ്റെ ഒരു സ്ക്രഞ്ചി. ഇതിനകത്ത് മറ്റേ അക്കൗണ്ട് ഡീറ്റെയിൽസും ചെക്ക് ബുക്കും പാസ്ബുക്കും സാധനങ്ങൾ. പിന്നെ ഇതിനകത്ത് വേറൊരു കുഞ്ഞു കള്ളിയുണ്ട് സിപ്പുള്ള. ഇതിനകത്തൊന്നുമില്ല ഗൈസ്. പിന്നെ ഒരു സിപ്പിൽ നമ്മളൊന്നും വെച്ചിട്ടില്ല, കാലി. ഇതും ഞാൻ ഇറങ്ങിയപ്പം എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ലാസ്റ്റ് ബാഗ് നല്ലൊരു ബ്ലാക്ക് കളർ ബാഗാണ്. ആൻഡ് ഇത് സെൻറ്റർ യു ക്യാൻ ഫൈൻഡ് ദിസ് ഫ്ലവർ. ആൻഡ് ഇത് ഞാൻ കണ്ട ഉടനെ ഞാൻ എടുത്തു. ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഗൈസ്. ജസ്റ്റ് 249 രൂപ ഇതിനായിട്ടുള്ളൂ. അതിന് മെയിൻ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിനി സീസണിലും ഇത് യൂസ് ചെയ്ത് വാട്ടർ പ്രൂഫ് മെറ്റീരിയലാണ്. ഇനിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതുപോലൊരു കുട്ടി പൗച്ച് വരുന്നുണ്ട്. എൻ്റെ ഒരു ലിപ് ഗ്ലോസ്. ആൻഡ് ഇതിനകത്തൊരു 3-4 ജോഡി തുണി എങ്കിലും ഇരിക്കും. നമ്മുടെ മേക്കപ്പ് പൗച്ചും ഒക്കെ വെക്കാൻ പറ്റുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. ഇതുണ്ടോ, ഒരു ട്രിപ്പൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഇത് കൊണ്ടുപോകാം. അത്രയും വലുതായിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കതപ്പോൾ വേണം. അങ്ങനെ ഞാൻ മമ്മിനെ സോപ്പിട്ട് മേടിപ്പിച്ചതാണ്. അപ്പോൾ ഇത് മമ്മി മേടിച്ചത്. സോ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. സോ ടിൽ ദെൻ ബൈ.